നമസ്കാരം, ഏവർക്കും സൂര്യ വണ്ണിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, സമുദ്രപരപ്പിലെ ഇന്ത്യയുടെ അധീശത്വം കൂടുതൽ ശക്തമാക്കാൻ പുതിയൊരു അധികായൻ കൂടി വരികയാണ്. INS വിക്രാന്തിനും വിക്രമാദിത്യനും ശേഷം ഇന്ത്യയുടെ നാവികക്കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ പോകുന്ന INS വിശാൽ. എന്താണ് ഈ കപ്പലിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ പേടിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയുടെ 3ാം വിമാനവാഹിനി കപ്പലായ INS വിശാലിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് INS വിശാൽ? ഇന്ത്യൻ നേവിയുടെ ഇൻ്റലിജൻസ് എയർക്രാഫ്റ്റ് കാരിയർ 2 അഥവാ IAC-2 എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വിക്രാന്തിനേക്കാൾ വലുപ്പത്തിലും കരുത്തിലും മുന്നിലായിരിക്കും വിശാൽ. ഏകദേശം 65,000 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ 3 വിമാനവാഹിനി കപ്പലുകളുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറും. കപ്പലിൻ്റെ സാങ്കേതിക വിദ്യ. INS വിശാലിനെ വേറിട്ടു നിർത്തുന്നത് അതിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. പ്രധാനമായും ഇമാൾസ് ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം. വിക്രാന്തിൽ നമ്മൾ കണ്ട സ്കൈ ജമ്പ് രീതിക്ക് പകരം വിമാനങ്ങളെ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും തൊടുത്തുവിടാൻ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റം സഹായിക്കും. കൂടാതെ ഈ കപ്പൽ ആണവോർജം ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കണോ എന്ന കാര്യത്തിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ആണവോർജം ഉപയോഗിക്കുകയാണെങ്കിൽ മാസങ്ങളോളം ഇന്ധനം നിറയ്ക്കാതെ കടലിൽ തുടരാൻ ഇതിന് സാധിക്കും. വിമാനങ്ങളും ആയുധ ശേഷിയും. ഒരു വിമാനവാഹിനി കപ്പലിൻ്റെ കരുത്ത് അതിലെ വിമാനങ്ങളാണ്. INS വിശാലിൽ ഏകദേശം 50 മുതൽ 55 വരെ വിമാനങ്ങളെ ഒരേ സമയം വഹിക്കാൻ സാധിക്കും. ഫ്രഞ്ച് നിർമ്മിത റാഫേൽ M വിമാനങ്ങളും ഇന്ത്യയുടെ സ്വന്തം തേജസ് യുദ്ധവിമാനങ്ങളും ഇതിൽ അണിനിരക്കും. ഇതിനു പുറമെ ഡ്രോണുകളും UAV ഹെലികോപ്റ്ററുകളും ഈ കപ്പലിൻ്റെ ഭാഗമാകും. ഏതു ശത്രുവിനെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിക്കും. ഇതിൻ്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം. എന്തിനാണ് ഇന്ത്യക്ക് 3ാമതൊരു കപ്പൽ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ കടന്നുകയറ്റം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കാൻ ഒരു കപ്പൽ മാത്രം പോരാ. കിഴക്കൻ തീരത്തും പടിഞ്ഞാറൻ തീരത്തും ഓരോ വിമാനവാഹിനി കപ്പലുകൾ എപ്പോഴും കാവലുണ്ടാകണം. 3ാമതൊരു കപ്പലുണ്ടെങ്കിൽ മാത്രമേ ഒരെണ്ണം അറ്റകുറ്റപ്പണികൾക്ക് പോകുമ്പോൾ സുരക്ഷയിൽ വിള്ളൽ വീഴാതിരിക്കൂ. ചൈനയുടെ ഫുജിയാൻ എന്ന കപ്പലിന് മറുപടി നൽകാൻ വിശാൽ അനിവാര്യമാണ്. ഇതിൻ്റെ നിർമ്മാണവും വെല്ലുവിളികളും. കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ചെലവ് ഏകദേശം 40,000 കോടി രൂപയോളമാണ്. സാമ്പത്തികമായ വലിയൊരു മുതൽമുടക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നാവികസേന. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ ഇത് നിർമ്മിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. ചുരുക്കത്തിൽ INS വിശാൽ വെറുമൊരു കപ്പലല്ല, ലോകശക്തിയാകാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ്.
ഈ അത്ഭുത കപ്പൽ നീറ്റിലിറങ്ങുന്ന ആ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ജയ് ഹിന്ദ്.